ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഏഹ്, ഏഹ്, പഴയ പഴയകാലത്തെ കമ്പ്യൂട്ടറുകളെ കുറിച്ചാണ്, കാൽക്കുലേറ്റിംഗ് ഡിവൈസുകളെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങുന്നത് കമ്പ്യൂട്ടറിൻ്റെ പഴയകാല രൂപങ്ങളെക്കുറിച്ചാണ്. പഴയകാല രൂപങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമായി ഉണ്ടായ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു റൂം ഫുൾ ഓഫ് കമ്പ്യൂട്ടറാണ്. റൂം ഫുൾ ഓഫ് എന്ന് പറഞ്ഞാൽ വലിയ ടി വിയിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ വലിയ വാക്വം ട്യൂബുകളാണ് ഇതിൽ ഉപയോഗിച്ച് കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾ പഠിച്ചതും പഴയ കമ്പ്യൂട്ടറിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ആദ്യത്തെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്നത് വാക്വം ട്യൂബുകളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ റൂം ഫുൾ ഓഫ് കമ്പ്യൂട്ടർ. പിന്നെ ഈ വാക്വം ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാനെല്ലാം വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പോൾ ആ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം വന്ന ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഈ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ ഹീറ്റ് എമിഷൻ കുറവായിരിക്കും, അതിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും, സ്പേസ് കുറവായിരിക്കും. അപ്പോൾ ഈ ഇത്രയും സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ കൂടുതൽ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനും കുറച്ചുകൂടി പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട് എന്നല്ലാതെ ഇതും വലിയ സിസ്റ്റമായിരുന്നു. പിന്നെ ഇത് ഹീറ്റ് എമിഷൻ തീരെ ഇല്ലാതില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ശേഷം ഒരു ഡിവൈസിനെ കണ്ടുപിടിച്ചു. അതാണ് IC ചിപ്പ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ്. ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചിപ്പിനകത്ത്, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ചെറിയൊരു IC, ഒരു ചെറിയ ചിപ്പ്, അതിൻ്റെ രണ്ട് സൈഡിലും കുറേ കാലുകളായിട്ട്. ഈ കാലുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ PCB ബോർഡിൽ നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിനകത്ത് തന്നെ ഫുൾ ഓഫ് ഒരു 100 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നതിന് പകരം ഒരു IC ചിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും സൗകര്യമുണ്ടോ, അതാണ് ഈ സിസ്റ്റത്തിൻ്റെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ IC ചിപ്പ് ഉപയോഗിക്കാമെന്ന് വന്നതോടെ കമ്പ്യൂട്ടറിൻ്റെ സൈസ് കുറഞ്ഞു, ഹീറ്റ് എമിഷൻ കുറഞ്ഞു, കൂടുതൽ കാലം നിലനിൽക്കും, അങ്ങനെയുള്ള അഡ്വാൻറ്റേജൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. കുറച്ചേ പവർ വേണ്ടു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജാണ് ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് മനുഷ്യന്മാർ സാധാരണ അങ്ങനെയല്ലേ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി പഴയതിനെ ഔട്ടാക്കുക. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ വന്ന ഒരു പുതിയൊരു IC ചിപ്പിനെ തന്നെ കുറച്ചുകൂടി വിപുലീകരിച്ചപ്പോൾ ഒരു ചെറിയ ചിപ്പിനകത്ത് തന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് വരുന്ന വിധത്തിൽ കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് മൈക്രോ പ്രോസസ്സർ. മൈക്രോ പ്രോസസ്സർ എ കമ്പ്യൂട്ടർ സർക്യൂട്ട് ഓൺ എ സിംഗിൾ ചിപ്പ്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ സർക്യൂട്ട് അങ്ങനെ തന്നെ ഒരു ചെറിയ ചിപ്പിനകത്ത് വന്നപ്പോൾ ആ ചിപ്പിന് പറയുന്ന പേരാണ് മൈക്രോ പ്രോസസ്സർ. അങ്ങനെ മൈക്രോ പ്രോസസ്സർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന് പറയുന്ന പേരാണ് മൈക്രോ കമ്പ്യൂട്ടർ.
അപ്പോൾ ഇങ്ങനെ മൈക്രോ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ കമ്പ്യൂട്ടറൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കൂടുതൽ അഡ്വാൻറ്റേജ് ആയല്ലോ. റൂം ഫുൾ ഓഫ് കമ്പ്യൂട്ടറിന് ഒരു മേശപ്പുറത്ത് വെക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും സൗകര്യമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് പുതിയൊരു 4th ജനറേഷൻ കമ്പ്യൂട്ടർ വന്നു. ഈ 4th ജനറേഷൻ കമ്പ്യൂട്ടറിനും കുറച്ച് ഡ്രോബാക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 5th ജനറേഷൻ കമ്പ്യൂട്ടർ വന്നു. 5th ജനറേഷൻ കമ്പ്യൂട്ടർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ റോബോട്ടിക്സൊക്കെ ചെയ്യുന്നില്ലേ, റോബോട്ടിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നില്ലേ, അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ഇനിയിപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിനേക്കാളും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കണ്ടുപിടിച്ച് അതുപോലെ പുതിയ പുതിയ മുന്നേറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 5 ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറാണ് ഉള്ളത്. 1st ജനറേഷൻ കമ്പ്യൂട്ടറിൽ വാക്വം ട്യൂബ്, 2nd ജനറേഷൻ കമ്പ്യൂട്ടറിൽ ട്രാൻസിസ്റ്റർ, 3rd ജനറേഷൻ കമ്പ്യൂട്ടറിൽ IC ചിപ്പ്, 4th ജനറേഷൻ കമ്പ്യൂട്ടറിൽ മൈക്രോ പ്രോസസ്സർ, 5th ജനറേഷൻ കമ്പ്യൂട്ടറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്നത്തെ ക്ലാസ് ഞാനിത് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.